സാറേ ഇതാ 10ാം ക്ലാസ് വരെ ഇനി ഇംഗ്ലീഷിലാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാം. 10ാം ക്ലാസ് വരെ ഞങ്ങൾക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഗണിതാശയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സ്കീം മോഡലാണിത്. അപ്പോൾ ഒരിക്കലും തുടരുത്, ചൂണ്ടി പറയുകയില്ല. എനിക്ക് ഓരോ കാര്യം പറഞ്ഞാണ്. ആദ്യം എന്തെങ്കിലും പറഞ്ഞു ട്രപ്പീസ്. സാറേ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് 1 2 3 4 5 ഫ്രസ്റ്റം, അതായത് സമീകൃത സ്തൂപിക പീഠം. അത് ഒരു മൈക്കിനെ അടുക്കിയെടുക്കുന്നതാണ്. സമീകൃത സ്തൂപിക പീഠം എന്ന് പറഞ്ഞാൽ ഒരു സമീകൃത സ്തൂപികയുടെ ബേസിന് സമാന്തരമായിട്ട് അതിൻ്റെ തലം മുറിച്ച് മാറ്റുക. അപ്പോൾ അങ്ങനെയുള്ള സമീകൃത സ്തൂപിക പീഠങ്ങളാണ് 1 2 3 4 എന്നിവയിലേക്ക് പറയുന്നത്. അപ്പോൾ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് 4 വശത്തും ട്രപ്പീസിയാണ്. അപ്പോൾ ട്രപ്പീസിയത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വലിയ വശം അതിന് നേരെ സമാന്തരമായിട്ട് ചെറിയ വശം. അപ്പോൾ അത് രണ്ടും സമാന്തരമായ വശങ്ങൾ പിന്നെ വലുതും ചെറുതുമായിരിക്കും. അതല്ലാതെ തുല്യ അളവിലുള്ളത് സമാന്തരമല്ലാതെ. അപ്പോൾ ഒരു ട്രപ്പീസിയത്തിന് തന്നെ നമുക്ക് ഒരു സ്ക്വയർ 2 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആക്കി മാറ്റാൻ കഴിയും. നമ്മളെ ഒന്നും വാതിലടക്ക് ഇതാ ഇവിടെ കൃത്യമായിട്ട് 2 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഇരുവശങ്ങളിലും അതുപോലെ സ്ക്വയറും. ഇനി ഇത് നമ്മൾ പറഞ്ഞില്ല, ഇതും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഏരിയ, അതായത് ഈ സ്ക്വയറിൻ്റെ 1/4 ഈ ട്രയാങ്കിൾ, അതുപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ മൊത്തം ഈ ട്രപ്പീസിയത്തിൻ്റെ ഹാഫ് ഇത് രണ്ടും ചേർന്ന് ഇതിൻ്റെ പരിധിയാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു ഡയഗണൽ വരച്ചാൽ എത്രയാണോ ഉണ്ടാവുക അത്രയാണ് ഇത് രണ്ടും ചേർന്നാണ് ഉണ്ടാവുക. ഓക്കെ, പിന്നെ ആനുപാതികമായി ഇതേ രൂപത്തിൽ തന്നെയാണ് മേലെ. ഇപ്പോൾ 10ാം ക്ലാസ്സിൽ ഞങ്ങൾക്ക് പഠിക്കാനുള്ള സമാന്തര ശ്രേണി അരിത്മെറ്റിക്കൽ സീക്വൻസ് ഒരുപാട് വരുന്നുണ്ട്. ഞാൻ ഓരോന്നായി പറഞ്ഞുതരാം സാർ. അപ്പോൾ ഏറ്റവും മേലെയുള്ള ഈ ട്രയാങ്കിളിൻ്റെ ബേസ് 2 സെൻറ്റിമീറ്ററാണ്. 2 ഇവിടെ എത്തുമ്പോൾ 4 6 8 10. അപ്പോൾ 2 4 6 8 10 എന്ന് പറഞ്ഞാൽ ഒരു സമാന്തര ശ്രേണിയാണ്. ഇനി നമ്മൾ സ്ക്വയറിൻ്റെ വശം നോക്കുകയാണെങ്കിൽ 4 8 12 16 20 അതും മറ്റൊരു ശ്രേണിയാണ്. ഇനി ഈ വലിയ വശം നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ 8 8 12 16 24 32 40 അത് മറ്റൊരു ശ്രേണി. ഈ ഓരോന്നും പെരിമീറ്റർ കൊണ്ടുള്ള മറ്റൊരു ശ്രേണിയുണ്ട്. അതേതാകുന്ന ഇവിടെ വരുമ്പോൾ 4 × 4 16 8 × 4 32 അടുത്ത 12 × 4 48 ഇവിടെ വരുമ്പോൾ 16 × 4 64 അടുത്തത് ഇവിടെ എത്തുമ്പോൾ 160 ഇവിടെ 32 64 128 വരുന്നത്. ഈ പരിപാടി 128. അപ്പോൾ മാറിപ്പോയത് 128. ഇവിടെയോ 24. ഇവിടെ 96. 96 മാറ്റണം. ഇവിടെ വരുമ്പോൾ 12 അല്ലേ? 12 48. ഇങ്ങനെയാണ് വരുന്നത്. ഓരോ 12 കൂടി അതൊന്നും കണക്ക് കൂട്ടി കൃത്യമായിട്ട് എടുക്കണം. നമ്മൾ പറഞ്ഞപ്പോൾ കശി പോയി കിട്ടുന്നു. ഇനി മറ്റൊന്ന് ഈ ഇറേഷണൽ നമ്പേഴ്സിൻ്റെ ഒരു ശ്രേണി കാണാം. ഇത് മുഴുവൻ സിമിലർ ട്രയാങ്കിൾസ് ആണ്. അതായത് പിന്നെ ഇതിൻ്റെ കോണളവ് വളരെ കൃത്യമായിട്ട് 90 ഡിഗ്രി, നമുക്ക് 60 എന്നൊക്കെ പറയാം കേട്ടോ. 60 കൃത്യമായിട്ട് 62 മറ്റേ മൈനസ് ചെയ്ത് പറഞ്ഞാൽ മതി. അപ്പോൾ 90 60 30 എന്നുള്ള രൂപത്തിലാണ് ഇതിൻ്റെ എല്ലാ ഏരിയകളും വരുന്നത്. അപ്പോൾ ചെറുതായാലും വലുതായാലും. അതുപോലെ ഇവിടെ പിന്നെ പൈത്തഗോറസിൻ്റെ അനുസരിച്ച് നമ്മളിതിൻ്റെ കാരണം ഹൈപ്പോട്ടനസ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ പിന്നെ ഫാദർ സ്ക്വയർ പ്ലസ് ലെങ്ത് സ്ക്വയർ സമം കർണം സ്ക്വയർ എന്ന് പറയുമ്പോൾ 2ൻ്റെ സ്ക്വയറും 4ൻ്റെ സ്ക്വയറും 20. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 20 ആണ് ഇത്. ഇവിടെ വരുമ്പോഴോ 4 8 റൂട്ട് 80. ഇവിടെ 6 12 150. ഇവിടെ വരുമ്പോഴോ 8 16 റൂട്ട് 360. ഇവിടെ വരുമ്പോൾ 10 20 റൂട്ട് 500. അപ്പോൾ കൃത്യമായിട്ട് ഇറേഷണൽ നമ്പേഴ്സിൻ്റെ ഒരു ശ്രേണി നമുക്ക് കൃത്യമായിട്ട് കാണാം. ഇനി നമ്മൾ മേലെ ഒരു ക്യൂബ് കാണുന്നുണ്ട്, താഴെ ഒരു വലിയ ക്യൂബ് കാണുന്നുണ്ട്. ഇത് 10 സെൻറ്റിമീറ്റർ വശങ്ങളുള്ള ക്യൂബാണ്.
ആണെങ്കിൽ ഇത് 30 സെൻറ്റിമീറ്റർ വശമുള്ള ക്യൂബാണ്. അപ്പോൾ ഇതിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ. അതുപോലെ ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 100 ചതുരശ്ര സെൻറ്റിമീറ്റർ. ഇവിടെ വരുമ്പോൾ ഒരു സമചതുരത്തിൻ്റെ വശങ്ങൾ 3 മടങ്ങാവുമ്പോൾ അതിൻ്റെ ഏരിയ 9 മടങ്ങ് വർദ്ധിക്കുന്നുണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് കാണാം. 9 മടങ്ങാണ് വർദ്ധിക്കുന്നത്. കാരണം ഇത് 30 × 30 900 ആണ്. യെസ്. ഇനി വോളിയത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ വോളിയത്തിൻ്റെ 27 മടങ്ങാണ് ഈ ക്യൂബിനുണ്ടാകുക. കാരണം ഒരു ക്യൂബിൻ്റെ വശങ്ങൾ 3 മടങ്ങ് വർദ്ധിക്കുമ്പോൾ അതിൻ്റെ വോളിയം 27 മടങ്ങാണ് വർദ്ധിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ 1 ലിറ്റർ വെള്ളം കൊള്ളുന്ന പാത്രമാണെങ്കിൽ ഇവിടെ 27 ലിറ്റർ വെള്ളം കൊള്ളുന്ന പാത്രം. ഇനി നമ്മൾ താഴേക്ക് വരുമ്പോൾ സിലിണ്ടറാണ്. 4 വൃത്തസ്തംഭത്തിലാണ് ഈ സ്തൂപം താങ്ങി നിർത്തുന്നത്. അപ്പോൾ വൃത്തസ്തംഭത്തിൻ്റെ പ്രത്യേകത അടിവശവും മേൽവശവും വൃത്തായിരിക്കും. ഇത് 7 സെൻറ്റിമീറ്റർ ഡയമീറ്ററും 3.5 സെൻറ്റിമീറ്റർ റേഡിയസും ഉള്ളൊരു വൃത്താണ്. അപ്പോൾ അതിൻ്റെ വ്യാപ്തം പറയണം, അതിൻ്റെ പാർശ്വതല വിസ്തീർണത്തെ കണക്കൂട്ടി സാർ പറഞ്ഞു. അപ്പോൾ ഇത്രയാണുള്ളത്. ഇത് ഞാൻ കണ്ടതാണ്. ഇനി പാഠഭാഗവുമായി ബന്ധിപ്പിച്ചു എന്തെങ്കിലും പറഞ്ഞു കുട്ടികളായിട്ട് ഏതാ? ഓക്കെ അത് നമ്മൾ പറഞ്ഞതാണ് അല്ലേ. ഇതാ 40-20 കാണാം. ഇതാ ഈ പ്രത്യേകത്തിൻ്റെ എല്ലാം ഉള്ള പ്രത്യേകതയാണ്. അതിൻ്റെ വലിയ വശവും ചെറിയ വശവും തമ്മിൽ 2:1 വലുതും ചെറുതെന്ന് പറയുമ്പോൾ 2:1. ഇതെല്ലാം അങ്ങനെ തന്നെയാണ്. കാരണം 32 16 24 12 16 8 മറ്റൊന്ന് 8 4 ആ രൂപത്തിൽ വലിയ വശവും ചെറിയ വശവും തമ്മിലുള്ള റേഷ്യോ 1:2 തന്നെയാണ്. പോയേ സാർ. ഇനി സമയം ഉണ്ടെങ്കിൽ കൂടെ ഇതിലൊക്കെ നിങ്ങൾക്ക് പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട കുറേ സാധനങ്ങൾ